2018 പുറത്തിറങ്ങിയ ജാപ്പനീസ് ചലച്ചിത്രം ഷോപ്പ് ലിഫ്റ്റേഴ്സിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. കഥ ആരംഭിക്കുന്നത് ഒസാമു എന്ന പേരുള്ള ഒരു അച്ഛനെയും ഷോട്ട എന്ന പേരുള്ള ഒരു മകനെയും കാണിച്ചുകൊണ്ടാണ്. രണ്ടുപേരും ഒരു സൂപ്പർ മാർക്കറ്റിലെത്തി തങ്ങളുടെ വിദഗ്ധമായ ആംഗ്യഭാഷയിലൂടെയും മറ്റും അവർ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഓരോ ഭക്ഷണ വസ്തുക്കളും മറ്റും മോഷ്ടിക്കാനും തുടങ്ങി. അതവരുടെ അന്നത്തെ പണി മാത്രമായിരുന്നില്ല, പൊതുവെ വീട്ടു ചെലവിനും ഭക്ഷണത്തിനുമായി അവർ ഇത്തരത്തിൽ ഷോപ്പ് ലിഫ്റ്റിൻ, അതായത് കടയിൽ നിന്നും മോഷണം നടത്തുന്നത് പതിവായിരുന്നു. അന്നത്തെ മോഷണമൊക്കെ കഴിഞ്ഞ് അച്ഛനും മകനും കൂടി വീട്ടിലേക്ക് തിരികെ വരുന്ന വഴിയിൽ അവരുടെ വീടിനടുത്തെത്തിയപ്പോൾ അയൽവക്കത്തെ വീട്ടിൽ നിന്നും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വലിയ വഴക്കും ബഹളവും കേൾക്കാൻ തുടങ്ങി. ആ ഭാര്യയും ഭർത്താവും മിക്കപ്പോഴും വഴക്കുകൾ തന്നെയാണ്. അവർ വഴക്കു കൂടുന്ന ശബ്ദം ആ പ്രദേശം മുഴുവനും കേൾക്കാമായിരുന്നു. ഇവര് വീണ്ടും തുടങ്ങിയോ, ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് പറഞ്ഞ ഒസാമു ആ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ ആ ഭാര്യയുടെയും ഭർത്താവിന്റെയും മകൾ അവിടെ ദുഃഖിച്ചിരിക്കുന്നത് അവർ കണ്ടു. യൂറി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. യൂറിയെ അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന കണ്ടതും അവളോട് സഹതാപം തോന്നി അവർ യൂറിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വീട്ടിലെത്തി എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും തുടങ്ങി. അവരുടെ ആ കുടുംബത്തിലെ പ്രധാനി ഹാറ്റ്സുവെ ഷിബാട്ട എന്ന മുത്തശ്ശിയായിരുന്നു. ഹാറ്റ്സുവയുടെ മകൻ ഒസാമു ഷിബാട്ട. ഒസാമു ഒരു കൺസ്ട്രക്ഷൻ വർക്കറായി ജോലി നോക്കുകയാണ്. ഒസാമുവിന്റെ ഭാര്യ നോബുയോ ഷിബാട്ട അവർ ഒരു ലോണ്ടറി ഷോപ്പിൽ ജോലി നോക്കുന്നു. അവരുടെ മകൾ അക്കി ഷിബാട്ട, മകൻ ഷോട്ടു ഷിബാട്ട, അങ്ങനെ 5 പേരടങ്ങുന്ന ഒരു ഫാമിലി ആയിരുന്നു അത്. വർഷങ്ങളായി അവർ ഒന്നിച്ചാണ് താമസം. യൂറിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും ഭാര്യ നോബുയോ ഭർത്താവിനോട് ചോദിച്ചു, ഈ പെൺകുട്ടിയെ എന്തിനാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ? അവർ അന്വേഷിക്കില്ലേ കുട്ടിയെ അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്നാക്കിയേ എന്ന് പറഞ്ഞു. അപ്പോഴായിരുന്നു മുത്തശ്ശി യൂറിയുടെ കയ്യിലെ പൊള്ളലേറ്റ പാടൊക്കെ കാണുന്നത്. ഭർത്താവിനോടുള്ള ദേഷ്യത്തിന് ആ ഭാര്യ യൂറിയെ ഉപദ്രവിക്കാറുണ്ട് എന്നൊറ്റ നോട്ടത്തിൽ അവർക്ക് മനസ്സിലായി. അതോടെ അപ്പോൾ യൂറിയെ തിരികെ വിടാൻ അവർ മടിച്ചു. എന്നിരുന്നാലും ഭക്ഷണമൊക്കെ കഴിഞ്ഞപ്പോൾ യൂറിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കുവാൻ ഒസാമുവും ഭാര്യ നോബുയോയും ചെന്നു. പക്ഷെ അവിടെ അപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്ക് അവസാനിച്ചിരുന്നില്ല. കുട്ടിയെ കാണുന്നില്ലെന്ന് അറിഞ്ഞിട്ടും ആ നാശം എവിടെയെങ്കിലും പോയി തൊലയട്ടെ, അത്രയും സമാധാനം എന്നവർ പറയുന്നതായിരുന്നു. ചെന്ന ഒസാമുവും നോബുയോയും കേട്ടതുപോലും. അതോടെ യൂറിയെ അവിടെ തന്നെ വിട്ടിട്ട് പോരാൻ അവർക്ക് മടി വന്നു. യൂറിയെ അവർ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തങ്ങളുടെ കൂടെ വളർത്താൻ ആരംഭിച്ചു. പക്ഷേ യൂറിയുടെ വരവും തങ്ങളുടെ ഫാമിലിയിലെ ഒരു മെമ്പർ ആവുന്നതും ഇളയ പയ്യൻ ഷോട്ടുവിന് തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. യൂറിയോട് അവനൊരു അകലം പാലിച്ചു. മാത്രമല്ല അച്ഛൻ ഒസാമുവിനെ ഒരിക്കൽ പോലും അവൻ അച്ഛ എന്ന് വിളിച്ചിരുന്നുമില്ല. അടുത്ത ദിവസം ഒസാമു പതിവ് പോലെ കൺസ്ട്രക്ഷൻ ജോലിക്ക് പോയി. നോബുയോ തന്റെ ലോണ്ടറി ജോലിക്കും. മുത്തശ്ശി യൂറിയുടെ കയ്യിലെ പൊള്ളൽപാടുകളിൽ മരുന്നൊക്കെ പുരട്ടി കൊടുത്തു. ഷോട്ടുവിനാകട്ടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഷോട്ടുവിന് സ്കൂളിൽ പോയി പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ കുടുംബത്തിന്റെ സാമ്പത്തികമില്ലായ്മ കാരണം അവനതിന് സാധിക്കുന്നുമില്ല. അന്നും പതിവ് പോലെ ഷോപ്പ് ലിഫ്റ്റിങ്ങിനായി ഷോട്ട പോവാൻ തുടങ്ങി. മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഷോട്ടയുടെ പിന്നാലെ യൂറിയും ചെന്നു. ഷോട്ട അന്ന് ഷോപ്പ് ലിഫ്റ്റ് ചെയ്യുന്നതൊക്കെ അവൾ കണ്ടുനിന്നു. അന്ന് രാത്രിയിൽ ഏവരും ഭക്ഷണം കഴിക്കുമ്പോൾ യൂറി അത് നോക്കി നിൽക്കുകയായിരുന്നു. മുത്തശ്ശി അവൾക്ക് അടുത്ത് ചെന്ന് കുറച്ച് ഭക്ഷണം കോരിക്കൊടുത്തു. അന്ന് നോബുയോ യൂറിക്കടുത്ത് മോൾക്കിങ്ങനെ ആരും ഭക്ഷണം തരാറില്ലേ എന്ന് ചോദിച്ചു. പണ്ട് മുത്തശ്ശി ജീവിച്ചിരുന്നപ്പോൾ തരുമായിരുന്നെന്നും അവര് മരിച്ച ശേഷം തനിക്കങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞു. എല്ലാവർക്കും കുറച്ച് സങ്കടം തോന്നി. അത് കേട്ടതും നോബിയോ യൂറിയെ ആശ്വസിപ്പിച്ചു. ഇപ്പൊ നീ ഞങ്ങളുടെ കുടുംബമായല്ലോ, ഞങ്ങളൊക്കെ നിനക്കുണ്ട്, ഇനി നീ സന്തോഷത്തോടെ ഇരുന്നു എന്ന് പറഞ്ഞു. അന്നായിരുന്നു അതും സംഭവിച്ചത്. കൺസ്ട്രക്ഷൻ വർക്കിനിടയിൽ ഒസാമുവിന്റെ കാലിൽ പരിക്കുപറ്റി കാലൊടിയുകയുണ്ടായി. ആളുകളായിരുന്നു വീട്ടിലേക്ക് ഒസാമുവിനെ കൊണ്ടുവന്നത്. കാലൊടിഞ്ഞതോടെ ഒസാമുവിനും അടുത്ത ദിവസം തൊട്ട് ജോലിക്ക് പോവാൻ സാധിക്കില്ല. അല്ലെങ്കിലേ കുടുംബം കൊടിയ ദാരിദ്ര്യത്തിലായിരുന്നു. ഒസാമുവിന്റെ വരുമാനം കൂടി നിലച്ചതോടെ കുടുംബത്തിന്റെ താളം തെറ്റുമെന്നുറപ്പായി. ആദ്യമൊന്നും ഷോട്ടയ്ക്കും യൂറിയെ ഇഷ്ടമായിരുന്നില്ലെങ്കിൽ പോലും പതിയെ പതിയെ അവന് യൂറിയെ ഇഷ്ടപ്പെടാൻ ആരംഭിച്ചു. യൂറിയെ അവൻ സ്വന്തം സഹോദരിയെ പോലെ കാണാൻ തുടങ്ങി. എപ്പോ ഷോപ്പ് ലിഫ്റ്റിങ്ങിന് പോയാലും അവൻ അവളെയും കൂട്ടി പോവാനും ആരംഭിച്ചു. പതിയെ പതിയെ ഷോപ്പ് ലിഫ്റ്റിങ്ങിൽ അവൾക്കും ട്രെയിനിങ് കൊടുത്തു. യാഥാർത്ഥ്യത്തിൽ അവരുടെ കുടുംബം മുന്നോട്ട് ജീവിച്ചിരുന്നത് മുത്തശ്ശിക്ക് കിട്ടുന്ന പെൻഷൻ പണം കൊണ്ടായിരുന്നു. മരിച്ചുപോയ ഭർത്താവിന് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ഭർത്താവിന്റെ മരണശേഷം മുത്തശ്ശിക്ക് കിട്ടാൻ തുടങ്ങി. ആ പണമായിരുന്നു പലപ്പോഴും വീട്ടു ചിലവുകൾക്ക് ഉപയോഗിച്ചിരുന്നത്. അടുത്ത ദിവസം അതുപോലെ കിട്ടുന്ന പണമെടുക്കുവാൻ മുത്തശ്ശിയും മൂത്ത പേരക്കുട്ടി അക്കിയും നേരെ ബാങ്കിലേക്ക് പോയി. അവർ പണമെടുത്ത് തിരികെ വരുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനും ആരംഭിച്ചു. അന്നവർ ഒരുപാട് നേരം സംസാരിച്ചു കൊണ്ടിരുന്നു. മൂത്ത പേരക്കുട്ടി അക്കിയാകട്ടെ പണം സമ്പാദിക്കുവാൻ ഒരു നൈറ്റ് ക്ലബിൽ ഹോസ്റ്റസായി ജോലി നോക്കുകയായിരുന്നു. തന്റെ ശരീരം വിറ്റ് ജീവിക്കുന്ന ജോലി. ഫാമിലിയിലെ മറ്റുള്ളവർക്കും അത് അറിയാമെങ്കിലും അവരാരും അത് കാര്യമായി എടുത്തിരുന്നേയില്ല. കൊടിയ ദാരിദ്ര്യമായതിനാൽ പണം മാത്രമായിരുന്നു
അവിടുത്തെ വിഷയം. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒസാമുവും ഷോട്ടയും യൂറിയും ചേർന്ന് ഷോപ്പ് ലിഫ്റ്റിങ്ങിന് ഒരു കടയിൽ പോയി. അന്ന് അവിടെ നിന്ന് മോഷ്ടിച്ച് പുറത്തു കടക്കാൻ പോകുമ്പോൾ യൂറി ഷോട്ടയെ ഹെൽപ്പ് ചെയ്തു. സെൻസർ കട്ട് ചെയ്ത് ഷോട്ട പുറത്തു കടന്നതിന് ശേഷം യൂറി ആ സെൻസർ പുനർസ്ഥാപിച്ചു. അങ്ങനെ യൂറിയും മോഷണത്തിൽ പങ്കാളിയായി തുടങ്ങി. അങ്ങനെ കുറച്ചു നാളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. വീട്ടു ചിലവുകളാണെങ്കിൽ കൂടിയും വരുന്നു. എങ്ങനെ ജീവിതം മുമ്പോട്ടു പോകും എന്നെല്ലാവരും ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കെ ടിവിയിൽ ഒരു വാർത്ത കണ്ടു. യൂറിയെ കാണാനില്ല എന്ന് പറഞ്ഞ് അയൽവക്കക്കാരായ ആളുകൾ പ്രശ്നക്കാരായ ഭാര്യ ഭർത്താക്കന്മാർക്കെതിരെ, അതായത് യൂറിയുടെ അച്ഛനും അമ്മയ്ക്കുമെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. എപ്പോഴും വഴക്കായി അവർ യൂറിയെ എന്തെങ്കിലും ചെയ്തതായിരിക്കും എന്ന തരത്തിലായിരുന്നു കേസ് ഫയൽ ചെയ്യപ്പെട്ടിരുന്നത്. യൂറിയുടെ അച്ഛനും അമ്മയും യൂറിയെ അന്വേഷിച്ചില്ലെങ്കിൽ പോലും കേസ് എത്തിയതോടെ അത് ചർച്ചാ വിഷയമാവാനും തുടങ്ങി. ടിവിയിൽ വാർത്ത കണ്ട് ഏവരും ഭയപ്പെട്ടു, ഒപ്പം യൂറിയും. അതോടെ വീട്ടിലുള്ളവർ കുടുംബത്തിനൊരു പ്രശ്നം വേണ്ടെന്ന് കരുതി യൂറിയോട് തിരികെ അവളുടെ വീട്ടിലേക്ക് തന്നെ പോവാൻ പറഞ്ഞു. പക്ഷേ ആ കുടുംബത്തിന്റെ സ്നേഹവും അവരുടെ പരിഗണനയും അത്രമേൽ സന്തോഷം നിറഞ്ഞ ആ ജീവിതവും വിട്ട് തന്റെ പഴയ നശിച്ച ജീവിതത്തിലേക്ക് തിരികെ പോകാൻ യൂറിക്ക് പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ പോവില്ലെന്ന് യൂറി പറഞ്ഞു. പക്ഷേ യൂറിയെ അങ്ങനെ തന്നെ വീട്ടിൽ നിർത്തിയാലും അതും ചിലപ്പോൾ വലിയ പ്രശ്നമായേക്കാം. അതുകൊണ്ട് യൂറിക്ക് ഒരു മേക്ക് ഓവർ നടത്താൻ അവർ തീരുമാനിച്ചു. യൂറിയുടെ മുടി വെട്ടി അവളുടെ പഴയ വസ്ത്രങ്ങളൊക്കെ കത്തിച്ച് പുതിയ വസ്ത്രങ്ങളൊക്കെ യൂറിക്ക് അവർ വാങ്ങിക്കൊടുത്തു. ഒറ്റ നോട്ടത്തിൽ യൂറിയെ തിരിച്ചറിയാൻ പറ്റാത്ത പോലാക്കി. പേരുവരെ ഐഡന്റിഫിക്കേഷന് സഹായിക്കും എന്നുള്ളതിനാൽ യൂറിയുടെ പേര് മാറ്റി അവരവളെ ലിന്നെന്ന് വിളിക്കാനും ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഷോപ്പ് ലിഫ്റ്റിങ്ങിന് ലിന്നും ഷോട്ടുവും കൂടി ഒരു കടയിൽ പോയി. ഷോട്ട് മറഞ്ഞു നിൽക്കുമ്പോൾ ആ തക്കത്തിന് യൂറി മിഠായികൾ മോഷ്ടിക്കണമായിരുന്നു. പക്ഷെ അവരുടെ ആ മോഷണം വൃദ്ധനായ ആ കടയുടമ കണ്ടു. പിടിക്കപ്പെട്ട് പ്രശ്നമാകുമെന്ന് അവർ ചിന്തിച്ചു നിൽക്കെ കടയുടമ 2 വലിയ മിഠായികൾ എടുത്തുകൊണ്ടുവന്ന് ഷോട്ടുവിന് കൊടുക്കുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് ഒരിക്കലും നിന്റെ അനിയത്തിയെ ഇങ്ങനെ മോഷ്ടിക്കാൻ പഠിപ്പിക്കരുതട്ടോ എന്ന് ഷോട്ടുവിനെ ഉപദേശിക്കുകയും ചെയ്തു. ഷോട്ടുവിന്റെ മനസ്സിൽ അത് വലിയ കുറ്റബോധം നിറച്ചിരുന്നു. മറുവശത്ത് നോബുയോയും വല്ലാത്തൊരവസ്ഥ ഫേസ് ചെയ്യുകയായിരുന്നു. നോബുയോ വർക്ക് ചെയ്യുന്ന ലോണ്ടറി കമ്പനി വലിയ നഷ്ടത്തിൽ മുന്നോട്ടു പോകുന്നു. ഓണർ വർക്ക് ചെയ്യുന്ന 2 പണിക്കാരെ വിളിച്ചു വരുത്തി കമ്പനി വലിയ നഷ്ടത്തിലാണെന്നും നിങ്ങൾ 2 പേരിൽ ആരെങ്കിലും ജോലി രാജിവെച്ച് പോകണം, അതാരാവണമെന്ന് നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. നോബുയോയും സഹപ്രവർത്തകയും കൂടി അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങി. 2 പേരുടെയും സാഹചര്യം മോശമായതിനാൽ ജോലി രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് വിട്ടുകൊടുക്കാൻ ഇരുവരും ഒരുക്കമായിരുന്നില്ല. 2 പേരും ജോലിക്ക് വേണ്ടി വാശി പിടിച്ചു. പക്ഷേ ഒടുവിൽ സഹപ്രവർത്തകൻ നോബുയോയോട് പറഞ്ഞു, ആ കാണാതായ പെൺകുട്ടി യൂറി നിങ്ങളുടെ വീട്ടിലാ ഉള്ളതെന്ന് എനിക്കറിയാം. ഞാനിക്കാര്യം വെളിയിൽ പറയണ്ടെങ്കിൽ നീ ഈ ജോലി രാജിവെച്ചു പൊക്കോ, എനിക്ക് ഈ ജോലി വേണം. നോബുയോയെയും ഒരു നിമിഷം അത് ഷോക്കാക്കുന്നതായിരുന്നു. സഹപ്രവർത്തക അങ്ങനെ തനിക്കെതിരെ ഒരു നീക്കം നടത്തും എന്നവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിരുന്നാലും അവൾക്ക് പ്രധാനം യൂറി തന്നെയായിരുന്നു. ആ കാര്യം വെളിയിൽ പറയരുതെന്നും താൻ ജോലി രാജിവെച്ച് പോവാമെന്നും, പക്ഷേ അതിനുശേഷം ആ വിവരം ആരെങ്കിലും പുറത്തറിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ നേരിട്ട് വന്ന് നിന്നെ കൊന്നുകളയും എന്നും നോബുയോ ഭീഷണിപ്പെടുത്തി. ഇതേസമയം മുത്തശ്ശിയാകട്ടെ മറ്റൊരു വീട്ടിൽ ചെന്നിരിക്കുകയായിരുന്നു. മുത്തശ്ശിയുടെ ഭർത്താവിന് ഒരു അഫയർ ഉണ്ടായിരുന്നു. ആ അഫയറിൽ ഒരു മകനുമുണ്ട്. ആ മകന്റെ വീട്ടിലായിരുന്നു മുത്തശ്ശി അപ്പോൾ വന്നിരുന്നത്. കാര്യം മുത്തശ്ശന്റെ അവിഹിത ബന്ധത്തിൽ മറ്റൊരു ഭാര്യയിൽ മുത്തശ്ശനുണ്ടായ മകനാണ്. അതെങ്കിലും തന്റെ മകനെ പോലെ മുത്തശ്ശി അവനെയും ഇടയ്ക്ക് ചെന്ന് കാണുമായിരുന്നു. മുത്തശ്ശിയെ അയാൾ സാമ്പത്തികമായി സഹായിക്കാറുമുണ്ട്. ആ വീട്ടിൽ മുത്തശ്ശിയുടെ ഭർത്താവിന്റെ ഫോട്ടോയ്ക്ക് സമീപം അക്കിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അക്കി എവിടെയെന്ന് മുത്തശ്ശി തിരക്കുമ്പോൾ തങ്ങളുടെ മകൾ ഓസ്ട്രേലിയയിൽ പഠിക്കുകയാ, ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് എന്ന് മുത്തശ്ശിയുടെ ഭർത്താവിന്റെ അവിഹിത ബന്ധത്തിലുണ്ടായ മകനും ഭാര്യയും മറുപടി പറഞ്ഞു. മുത്തശ്ശിയോട് അവർ കളവ് പറയുകയായിരുന്നു. പക്ഷെ മുത്തശ്ശിയാകട്ടെ അക്കി തന്റെ കൂടെയുള്ള കാര്യവും അവർ പറയുന്നത് കളവാണ് എന്നറിയാമായിരുന്നിട്ടും അത് മനസ്സിലായ ഭാവവും അവർക്ക് മുമ്പിൽ കാണിച്ചതേയില്ല. അക്കി ആ മുത്തശ്ശിയുടെ കൂടെയാണുള്ളത് എന്ന് അവർക്കും അറിവുണ്ടായിരുന്നുമില്ല. തന്റെ ഭർത്താവിന്റെ അവിഹിത ബന്ധത്തിലുണ്ടായ മകന്റെ കുട്ടിയെ ആ കുടുംബത്തിനോട് പ്രതികാരം ചെയ്യണം എന്ന് ചിന്തിച്ചിരുന്ന മുത്തശ്ശി ആരും അറിയാതെ പണ്ടവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു വന്നതായിരുന്നു. പക്ഷേ നാളുകൾ കടന്നുപോകെ മുത്തശ്ശിക്ക് അക്കിയോട് വല്ലാത്ത സ്നേഹം തോന്നി. അങ്ങനെ മുത്തശ്ശി അക്കിയെ തന്റെ പേരക്കുട്ടിയായി വളർത്തിക്കൊണ്ടു വരികയായിരുന്നു. മുത്തശ്ശി ഇറങ്ങാൻ നേരം അക്കിയുടെ അച്ഛൻ മുത്തശ്ശിക്ക് പണം നൽകി. പോകുമ്പോൾ മുത്തശ്ശി ആ കവർ തുറന്നു നോക്കി എത്ര പണമുണ്ടെന്ന് മനസ്സിലാക്കി. ആ പണം മുത്തശ്ശി ചിലവാക്കാറുണ്ടായിരുന്നില്ല. അത് ഒരിടത്ത് കൂട്ടിവെക്കലായിരുന്നു പതിവ്. അന്നക്കി ജോലി ചെയ്യുന്ന നൈറ്റ് ക്ലബിൽ ഒരു റെഗുലർ കസ്റ്റമർ വന്നു. അക്കിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. പതിവ് പോലെ അക്കിക്ക് അടുത്തെത്തിയ അയാൾ അക്കിയുടെ മടയിൽ തലവെച്ച് കിടന്നു. ഊമയായിരുന്ന ആ യുവാവ് കരയാനും തുടങ്ങി. അവന്റെ മാനസിക വേദന മനസ്സിലാക്കിയ അക്കിയാകട്ടെ അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. അക്കിക്കും അവനോട് ഒരു ഇഷ്ടമൊക്കെ തോന്നാൻ തുടങ്ങിയിരുന്നു. അടുത്ത ദിവസം വീട്ടിലെത്തിയ അക്കി
നോക്കി അവനെപ്പറ്റി തന്റെ ഫാമിലിയിലെ എല്ലാവരോടും പറഞ്ഞു. അന്ന് രാത്രിയിൽ കുടുംബത്തിലുള്ള എല്ലാവരും സന്തോഷിച്ച് സമയമൊക്കെ ചിലവഴിച്ചുകൊണ്ടിരിക്കെ മുത്തശ്ശി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഒരു ട്രിപ്പ് പോയാലോ എന്ന് ചോദിച്ചു. അടുത്ത ദിവസം തന്നെ എല്ലാവരും ഒന്നിച്ച് ബീച്ചിലൊരു പിക്നിക്കിനായി പോയി. ഷോട്ടുവും ഒസാമുവും കടലിൽ കുളിക്കാനിറങ്ങി. അവരിരുവരും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഏവരും സന്തോഷത്തിലായിരുന്നു. നോബുയോയും മുത്തശ്ശിയും സംസാരിച്ച് സന്തോഷത്തോടെ അതൊക്കെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. ആ സമയം മുത്തശ്ശി പറഞ്ഞു, ഏറെ ഒറ്റപ്പെട്ട് തനിച്ച് ജീവിക്കേണ്ട ആളായിരുന്നു ഞാൻ. മരിക്കുമ്പോൾ പോലും ആരും കൂടെ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത വ്യക്തി. പക്ഷേ എനിക്കെന്നിപ്പോൾ ഒരു കുടുംബമുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പെണ്ണാണ് നീ. നമുക്കെന്നൊരു കുടുംബമുണ്ടാക്കി. എന്തായാലും ഞാൻ മരിക്കുമ്പോൾ ഒരിക്കലും ഞാനിപ്പോൾ തനിച്ചായിരിക്കില്ലല്ലോ. മുത്തശ്ശി എന്താ ഇങ്ങനൊക്കെ പറയുന്നത് എന്ന് നോബുയോക്കുമെന്ന് തോന്നിയിരുന്നു. അന്ന് രാത്രിയിൽ അത് സംഭവിച്ചു. മുത്തശ്ശി ഈ ലോകത്തോട് വിട പറഞ്ഞു. മുത്തശ്ശിയുടെ മരണം ഏവരെയും അല്പനേരം ദുഃഖിപ്പിച്ചിരുന്നു. പക്ഷേ ഉടനടി അവർ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നു. മുത്തശ്ശി മരിച്ച വിവരം വെളിയിലറിഞ്ഞാൽ മുത്തശ്ശിയുടെ പെൻഷൻ പണം നിലയ്ക്കും. അതോടെ കുടുംബത്തിന്റെ അവസ്ഥ ആകെ താറുമാറാകും. ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. മാത്രമല്ല ആ വീടും മുത്തശ്ശിയുടേതാണ്. അവരവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. എന്ത് ചെയ്യുമെന്നവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കെ നോബുയോ ഒസാമുവിനോട് ഒരു കാര്യം പറഞ്ഞു. പണ്ട് നമ്മൾ ചെയ്തിട്ടില്ലേ, അതുപോലെ അങ്ങ് ചെയ്താലോ എന്നായിരുന്നു അത്. ഒസാമുവും ഒന്ന് ചിന്തിച്ച ശേഷം അങ്ങനെ തന്നെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് കാര്യങ്ങൾ പതിയെ വ്യക്തമായി തുടങ്ങുന്നത്. നൊബൂയ പണ്ട് വിവാഹിതയായിരുന്നു. നൊബൂയ വിവാഹം കഴിച്ചിരുന്ന വ്യക്തിയാകട്ടെ വലിയ കുടിയനും. നൊബൂയയെ ഉപദ്രവിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ഒക്കെ ചെയ്യും. ആ കാലത്താണ് നൊബൂയയും ഒസാമുവും തമ്മിൽ അടുപ്പം വരുന്നത്. അവരിരുവരും ചേർന്ന് നൊബൂയയുടെ ഭർത്താവിനെ കൊന്ന് വീടിനടിയിൽ കുഴിച്ചിട്ടു. അന്ന് അവിടം വിട്ടു പോന്നി അവർ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എത്തിപ്പെടുകയായിരുന്നു. അങ്ങനെ മുത്തശ്ശിയുടെ കുടുംബമായി മാറിയതായിരുന്നു. അതുപോലെ മുത്തശ്ശിയെയും വീടിന്റെ ഉള്ളിൽ ആരും അറിയാതെ അടക്കം ചെയ്യുവാൻ അവരിരുവരും തീരുമാനിച്ചു. അക്കി മാത്രം ഏറെ ദുഃഖിതയായി കാണപ്പെട്ടിരുന്നു. മക്കളോടൊക്കെയും നമ്മൾ ഈ വീട്ടിൽ ഇപ്പോൾ 5 പേരേ ഉള്ളൂവെന്നും മുത്തശ്ശി ഉണ്ടായിരുന്നേയില്ല എന്ന് ആര് ചോദിച്ചാലും പറയുവാനും ആവശ്യപ്പെട്ടു. വീടിനുള്ളിൽ തന്നെ മുത്തശ്ശിയുടെ അടക്കം കഴിഞ്ഞു. നാളുകൾ വീണ്ടും മുന്നോട്ടു പോയി. മുത്തശ്ശിയുടെ ATM-ഉം പിൻ നമ്പറും ഉപയോഗിച്ച് അക്കൗണ്ടിൽ വരുന്ന പെൻഷൻ പണമെടുത്ത് സാധനങ്ങൾ വാങ്ങി അവരുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ മുത്തശ്ശി ചേർത്ത് വെച്ചിരുന്ന പണവും അവർക്ക് ലഭിച്ചു. അത് നോബുയോയെയും ഒസാമുവിനെയും സന്തോഷിപ്പിച്ചിരുന്നു. വീട്ടുചെലവിന് കുറച്ച് പണം കുറവുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നോബുയോ അതിൽ നിന്ന് കുറച്ച് പണം എടുത്തു. അക്കിയടക്കം ആരും തന്നെ അവരോട് പരാതി പറഞ്ഞില്ല. അവരൊന്നിച്ച് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഷോപ്പ് ലിഫ്റ്റിംഗിനായി ഒസാമുവും ഷോട്ടയും പോകുന്ന സമയം ഒസാമു നിർത്തിയിട്ടിരുന്ന ഒരു കാറിന്റെ ചില്ല് തകർത്ത് അതിൽ നിന്നൊരു പേഴ്സ് മോഷ്ടിച്ചു. ഷോട്ടയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അന്ന് ആ വൃദ്ധൻ ഉപദേശിച്ചതിൽ പിന്നെ സഹോദരിയെ കളവ് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞതിൽ പിന്നെ കുറ്റബോധം നിറഞ്ഞിരുന്ന ഷോട്ട മോഷ്ടിക്കുന്നത് നല്ലതല്ല എന്ന് ഒസാമുവിനോട് പറഞ്ഞു. കാറിന്റെ ചില്ല് തകർത്ത് ഒസാമു അത്തരത്തിൽ പേഴ്സ് എടുക്കുന്ന കണ്ടതും താൻ ഒസാമുവിന്റെ കുടുംബത്തിലേക്ക് ചേർന്നതിനെ പറ്റി ഷോട്ട ചിന്തിച്ചു. പണ്ട് ഇതുപോലെ അടച്ചിട്ട ഒരു കാറിൽ നിന്നും കുട്ടിയായിരുന്ന ഷോട്ടയെ ഒസാമുവും നോബുയോയും കൂടി എടുക്കുകയായിരുന്നു ചെയ്തത്. അന്നു മുതൽ ഷോട്ട അവരുടെ മകനെ പോലെ ആ കുടുംബത്തിൽ ജീവിക്കുകയാണ്. അതുകൂടി ഓർത്തതോടെ വല്ലാതെ എന്തോ പോലെ തോന്നിയ ഷോട്ട അവിടെ നിന്ന് തിരികെ നടന്നു. ഒസാമു വിളിച്ചിട്ടും അവൻ നിന്നതേയില്ല. അതോടെ കാര്യങ്ങൾ കൂടുതൽ തെളിഞ്ഞു വരുന്നു. യാഥാർത്ഥ്യത്തിൽ എല്ലാവർക്കും ഷിബാട്ട ഫാമിലിയുടെ കുടുംബ പേരുണ്ടെങ്കിലും മുത്തശ്ശി മാത്രമായിരുന്നു ഷിബാട്ട ഫാമിലിയിലെ അംഗം. മറ്റുള്ളവരുമായി മുത്തശ്ശിക്കൊരു ബ്ലഡ് റിലേഷനുമില്ല. അക്കി മുത്തശ്ശിയുടെ ഭർത്താവിന്റെ അവിഹിത ബന്ധത്തിലെ മകന്റെ മകളാണ്. ഒസാമുവും നോബുയോയും എവിടെ നിന്നോ വന്ന് മുത്തശ്ശിയുടെ കൂടെ അഭയം പ്രാപിച്ചവർ. ഷോട്ട പിന്നീട് അവരുടെ മകനായി കുടുംബത്തിലേക്ക് വന്നു ചേരുകയായിരുന്നു. പിന്നീട് യുറിയും വന്നു ചേർന്നു. പക്ഷെ അവരെല്ലാവരും ഒരു കുടുംബം പോലെ ഏറെ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നതും. അടുത്ത ദിവസം സാധനങ്ങൾ വാങ്ങുവാൻ ഷോട്ടയും യൂറി എന്ന ലിന്നും കൂടി അടുത്തുള്ള കടയിൽ പോയി. അവിടെ വെച്ച് ഷോട്ട സാധനം വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലിന്നൊരു ഐറ്റം മോഷ്ടിക്കാൻ ശ്രമിച്ചു. കടക്കാരൻ അത് കാണുന്നുണ്ട് എന്ന് ഷോട്ടയ്ക്ക് ഉറപ്പാകുന്നുണ്ടായിരുന്നു. യൂറി മോഷ്ടിക്കുന്നത് തടയണം എന്നും കുറ്റബോധത്താൽ നേറിയിരുന്ന ഷോട്ടയ്ക്ക് തോന്നി. അതുകൊണ്ട് തന്നെ സ്റ്റാഫ് കാണെ അവിടെ നിന്ന് ഒരു പാക്കറ്റ് ഫ്രൂട്ടും എടുത്ത് അവൻ പുറത്തേക്കോടി. കടക്കാരനും പിന്നാലെ ഓടിച്ചെന്നു. ഒരു ഘട്ടത്തിൽ കടക്കാരനിൽ നിന്ന് രക്ഷ നേടാൻ അവനൊരു പാലത്തിന്റെ മുകളിൽ നിന്ന് എടുത്തു ചാടി. ഷോട്ടയുടെ കാലിന് സാരമായ പരിക്ക് പറ്റിയിരുന്നു. ഷോട്ട ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. വിവരമറിഞ്ഞ് ഒസാമുവും നോബുയോയും അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി. അവിടെത്തുമ്പോൾ പോലീസുണ്ട്. ഷോട്ട മോഷ്ടിക്കാൻ ശ്രമിച്ച് പിടിക്കപ്പെട്ടെന്നും
നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് ഒപ്പിട്ട് തരണമെന്നും നിങ്ങളല്ലേ ഷോട്ടുവിന്റെ പാരന്റ്സ് എന്നും പോലീസ് അവരോട് ചോദിച്ചു. അതൊക്കെ കേട്ടതും ഒസാമുവും നോബിയോയും ഭയന്നിരുന്നു. ഷോട്ടു തങ്ങളുടെ മകനാണെന്ന് തെളിയിക്കാൻ അവരുടെ പക്കൽ രേഖകളൊന്നുമില്ല. മാത്രമല്ല സ്റ്റേഷനിലൊക്കെ പോയാൽ തങ്ങളുടെ കള്ളത്തരങ്ങളും മറ്റും തെളിയിക്കപ്പെടുമോ എന്നും അവർ ഭയന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടിയെ വീട്ടിൽ വിട്ടിട്ടാ വന്നത്. ഞങ്ങൾ വീട്ടിൽ പോയി മകളെയും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞ് അവർ തൽക്കാലത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പോലീസിനും അതിലൊക്കെ സംശയം തോന്നി. അവർ ഷോട്ടയുടെ അടുത്തു നിന്നും അഡ്രസ് വാങ്ങി വീട്ടിലെത്തി നോക്കുമ്പോൾ കണ്ടത് വീട് വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നോക്കുന്ന ഒസാമുവിനെയും കുടുംബത്തിലെ മറ്റുള്ളവരെയുമായിരുന്നു. പൂർണ്ണമായും സംശയം തോന്നിയ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു. യൂറിയെ കൂടി തിരിച്ചറിഞ്ഞതോടെ അതിന്റെ പേരിൽ അവർക്ക് മേൽ കേസ് ചാർത്തപ്പെടുകയുമുണ്ടായി. ചൈൽഡ് വെൽഫെയർ അസോസിയേഷനും പോലീസും ചേർന്ന് കുട്ടികളെ ചോദ്യം ചെയ്യാനും വിവരങ്ങൾ സംഭരിക്കാനും ആരംഭിച്ചു. യൂറി വരച്ച ചിത്രത്തിൽ നിന്നും യൂറിയുടെ അടുത്തുള്ള സംസാരത്തിൽ നിന്നും വീട്ടിൽ മുത്തശ്ശി ഉണ്ടായിരുന്നെന്നും മുത്തശ്ശിയെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന വിവരവും അവർ മനസ്സിലാക്കി. പോലീസ് അങ്ങോട്ടേക്ക് തിരിച്ചു. മറുവശത്ത് ഷോട്ടുവിനോടും ചൈൽഡ് വെൽഫെയർ അസോസിയേഷനും പോലീസും ചേർന്ന് സംസാരിച്ചു. ഷോട്ടു ആദ്യഘട്ടത്തിൽ തന്റെ കുടുംബത്തിനെതിരെ ഒന്നും പറയാൻ ഒരുക്കമായിരുന്നില്ല. അവർ തന്നെ സ്നേഹത്തോടെയാണ് നോക്കുന്നതെന്നും തന്റെ അച്ഛനും അമ്മയുമാണ് അവരെന്നും അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ പോലീസ് പിന്നീട് പറഞ്ഞു, അവർ നിന്നെ പണ്ട് വാനിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്ന് മോഷ്ടിക്കാൻ പഠിപ്പിച്ച് നിന്നെ കൊണ്ട് കുറ്റകൃത്യങ്ങൾ ചെയ്യിപ്പിച്ച് അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നില്ലേ? നീ പിടിക്കപ്പെട്ടപ്പോ ഇപ്പൊ നിന്നെ ഉപേക്ഷിച്ച് അവരിവിടം വിട്ട് കടന്നു കളയാൻ പോലും ശ്രമിച്ചു. അങ്ങനെയുള്ളവരെ നീ സംരക്ഷിക്കാൻ എന്തിനാ നോക്കുന്നത്? അവർ ചെയ്തത് തെറ്റാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ? തന്നെ ഉപേക്ഷിച്ച് കുടുംബം കടന്നു കളയാൻ ശ്രമിച്ചുവെന്ന് കേട്ടതും ഷോട്ടുവിനും വല്ലായ്മ തോന്നി. അക്കിയോടും സംസാരിച്ച പോലീസ് മുത്തശ്ശി അക്കിയോടുള്ള സ്നേഹം കൊണ്ടല്ല അക്കിയെ കൂട്ടിക്കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചതെന്നും അക്കിയുടെ മാതാപിതാക്കളോട് ഒരുതരം പ്രതികാരം വീട്ടിലായിരുന്നു മുത്തശ്ശിയുടെ ലക്ഷ്യമെന്നും വ്യക്തമാക്കി. മാത്രമല്ല അക്കിയുടെ പാരന്റ്സിന്റെ അടുത്തുനിന്ന് മുത്തശ്ശി മാസാമാസം പണം പറ്റാറുണ്ടായിരുന്നു എന്നും അവർ വിശദീകരിച്ചു. പക്ഷേ മുത്തശ്ശി കാണിച്ച സ്നേഹമൊക്കെ അക്കി അനുഭവിച്ചതാണ്. എല്ലാം കേട്ടതും അക്കിക്കത് ഷോക്കിംഗ് ആയിരുന്നു. മുത്തശ്ശിയെയും തന്നെയെയും മറ്റുള്ളവരെയും ഓർത്ത് അക്കി പൊട്ടിക്കരഞ്ഞു. യൂറിയെ പോലീസ് അവളുടെ യഥാർത്ഥ പാരന്റ്സിന്റെ അടുത്തെത്തിച്ചു. അത്രനാളും യൂറിയെ പറ്റിയൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ യൂറി പോയതോടെ ശല്യം ഒഴിഞ്ഞു എന്ന് പറഞ്ഞു നടന്നിരുന്ന ആ പാരന്റ്സ് പ്രസ്തൊക്കെ വന്ന് ഓരോന്ന് ചോദിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ സങ്കടമൊക്കെ അഭിനയിച്ച് തന്റെ മകളെ തട്ടിക്കൊണ്ടുപോയതാണെന്നും തങ്ങൾ പൊന്നുപോലെ നോക്കിയിരുന്ന മകളാണെന്നും മകളെ തട്ടിക്കൊണ്ടുപോയി തങ്ങളുടെ സന്തോഷമായി ഇല്ലാതാക്കിയത് എന്നുമൊക്കെ അഭിനയിച്ചു പറഞ്ഞു. കുടുംബത്തിനൊപ്പം ഏറെ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന യൂറിക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു. വീണ്ടും കഷ്ടതയിലേക്ക് അവൾക്ക് മടങ്ങേണ്ടി വരുമെന്നുറപ്പ്. മുത്തശ്ശിയെ കൊന്നു മറവ് ചെയ്തതാണ് എന്നായിരുന്നു പോലീസിന്റെ വിലയിരുത്തൽ. ആ കേസ് ഒസാമുവിന്റെ തലയിലേക്ക് ഇടാനായിരുന്നു പോലീസ് ശ്രമം. പക്ഷേ ഒസാമു ഓൾറെഡി കുറ്റകൃത്യങ്ങൾക്ക് ജയിലിൽ പോയിട്ടുള്ള വ്യക്തിയാണ്. വീണ്ടും അത്തരത്തിലൊരു കേസും വന്ന് ഒസാമു ജയിലിൽ പോകേണ്ട വന്നാൽ വലിയ ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ളതുകൊണ്ട് പണ്ട് തന്നെ സഹായിക്കാനും തന്നെ രക്ഷിക്കാനും ഒസാമു എടുത്ത ശ്രമമൊക്കെ ആലോചിച്ച് നൊബുയോ ആ കേസ് ഏറ്റെടുത്തു. യൂറിയെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസ് യൂറി സമ്മതിക്കാത്തതുകൊണ്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എല്ലാ കേസും നൊബുയോ ഏറ്റെടുത്തതോടെ ഒസാമുവിനെ വെറുതെ വിട്ടു. ഷോട്ടുവിനെ ഗവൺമെന്റ് തലത്തിൽ തന്നെ സ്കൂളിൽ ചേർക്കാം എന്നൊക്കെ അവർ സമ്മതിക്കുകയും ചെയ്തു. യൂറി തിരികെ തന്റെ പാരന്റ്സിന്റെ വീട്ടിലെത്തി. ഒരു ദിവസം അമ്മയ്ക്കടുത്തെത്തി അവൾ അമ്മയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോ, നീ ഇല്ലാർന്നപ്പോ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നതാ, നീ വന്ന് ഉള്ള സമാധാനം നശിപ്പിച്ച് വീണ്ടും ശല്യമായല്ലോ എന്നമ്മ പറഞ്ഞു. അത് കേട്ടതും യൂറി ഒരുപാട് ദുഃഖിതയായി. അവിടെ താമസിക്കാൻ പോലും യൂറിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ബാൽക്കണിയിൽ വന്നു നിന്ന് തങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് അവൾ നോക്കി നിന്നു. ഷോട്ട ഓർഫനേജിലേക്ക് മാറ്റപ്പെട്ടിരുന്നു. ഒരു ദിവസം ഒസാമുവിനൊപ്പം ഷോട്ട നൊബേയുവിനെ ജയിലിൽ ചെന്ന് കണ്ടു. നൊബേയു എന്ന് ഷോട്ടയോട് പറഞ്ഞു, നമ്മളെ പിരിക്കുവാൻ പോലീസൊക്കെ ഒരുപാട് നുണ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ സത്യമിതാണ്, നിന്റെ അച്ഛൻ വലിയൊരു ചൂതുകളിക്കാരനായിരുന്നു. വലിയ നഷ്ടം വന്ന ഒരു ദിവസം ദേഷ്യം വന്ന അയാൾ നിന്നെ കാറിൽ പൂട്ടിയിട്ടു. ശ്വാസം കിട്ടാതെ നീ കരയുന്ന കേട്ടിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നത്. ഗ്ലാസ് തകർത്ത് നിന്നെ എടുത്തത്. അന്നു മുതൽ ഞങ്ങളുടെ മകനെ പോലെ നിന്നെ ഞങ്ങൾ വളർത്താൻ തുടങ്ങി. ആ കാറിന്റെ നമ്പർ പോലും എനിക്ക് ഓർമ്മയുണ്ട്. ആ നമ്പർ അന്വേഷിച്ച് നിനക്ക് പോവാൻ പറ്റിയാൽ നിനക്ക് നിന്റെ യഥാർത്ഥ പാരന്റ്സിനെ കണ്ടെത്താൻ പറ്റും. ആ നമ്പർ ഷോട്ടയ്ക്ക് കൈമാറി ചിരിയോടെ അവനെ യാത്രയാക്കിക്കൊണ്ട് നൊബുയ ജയിലിനകത്തേക്ക് മടങ്ങി. അന്ന് രാത്രി മുഴുവൻ ഓർഫനേജ്
ഓർഫനേജ് റൂളിനെതിരായി ഷോട്ട ഒസാമുവിനൊപ്പം ചെലവഴിച്ചു. രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഷോട്ട ഒസാമുവിനോട് എന്നെ ഉപേക്ഷിച്ച് പിടിക്കപ്പെടുമെന്നായപ്പോൾ നിങ്ങൾ കടന്നുകളയാൻ ശ്രമിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഒസാമുവും തങ്ങൾ ചെയ്യാൻ പോയ ആ തെറ്റ് സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ ഇനി നിന്റെ അച്ഛനായി ഇരിക്കുവാൻ എനിക്ക് യോഗ്യതയില്ലെന്നും ഒസാമു വ്യക്തമാക്കി. അടുത്ത ദിവസം ഷോട്ട ഓർഫനേജിലേക്ക് പോവുകയായിരുന്നു. ഇനി തിരികെ വരുമോ എന്നൊരു ഉറപ്പുമില്ല. താനെന്ന് പോലീസിന് മനഃപൂർവ്വം പിടികൊടുത്തതാണ് എന്ന സത്യം ഷോട്ട അവിടെ വെച്ച് ഒസാമുവിനോട് പറഞ്ഞു. ഒരിക്കൽ പോലും ഷോട്ട ഒസാമുവിനെ തന്റെ അച്ഛനായി അംഗീകരിച്ചിരുന്നില്ല. അച്ഛ എന്ന് വിളിച്ചിരുന്നുമില്ല. ഒരിക്കലെങ്കിലും അവനങ്ങനെ വിളിച്ചു കേൾക്കാൻ ഒസാമു ആഗ്രഹിച്ചിരുന്നു. ആ സമയം ഷോട്ടയുടെ ബസ് വന്നു. ഷോട്ട ബസ്സിൽ കയറി. ബസ് മുന്നിലേക്ക് നീങ്ങാൻ ആരംഭിച്ചു. ഒസാമുവും ബസ്സിന് പിന്നാലെ ഓടിച്ചെന്നുകൊണ്ടിരുന്നു. തിരികെ നോക്കി അന്ന് ആദ്യമായി ഷോട്ടുവിന്റെ വായിൽ നിന്നും അച്ഛനെന്ന ആ വാക്കു വീണു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുമല്ലോ. നൊബോയുവും ഒസാമുവും ഒക്കെ ചെയ്തത് ശരിയായ കാര്യമായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.